എത്ര രൂപയായിരിക്കും ആ ലോട്ടറി അടിച്ചവൻ്റെ കയ്യിൽ കിട്ടുക? എന്താണ് അയാൾ അതുകൊണ്ട് ചെയ്യാൻ പോകുന്നത്? അയാൾ തന്നെ വരണ്ട് ഇരിക്കുകയായിരിക്കും. അപ്പോൾ ഇതിനകത്ത് ഫ്രോഡ് ഉണ്ടാകുമോ എന്നൊക്കെ പലർക്കും സംശയം കാണും. ഫ്രോഡിനുള്ള സാധ്യത വളരെ വിദൂരമാണ്. കാരണം ലോട്ടറിക്ക് ഒരു ബാർകോഡുണ്ട്. ആ ബാർകോഡ് വളരെ രഹസ്യമായിട്ടുള്ളതാണ്. ഈ ബാർകോഡ് ലോട്ടറി, അതായത് ഈ എന്താണ് ലോട്ടറി ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ നിന്ന്, അതായത് ലിംസിൽ നിന്ന് ചോർന്നു പോവുകയില്ല. ചോർന്നു പോകണം എന്നുണ്ടെങ്കിൽ അതിനകത്തുള്ളവർ ആരെങ്കിലും തന്നെ കൂട്ടു നിൽക്കണം. അതിനാരും ധൈര്യപ്പെടുകയില്ലല്ലോ. അപ്പോൾ നമുക്ക് ലോട്ടറി അടിച്ച ഒരാൾക്കും ഭയക്കേണ്ടതില്ല. തൻ്റെ ലോട്ടറി ടിക്കറ്റ് മറ്റാർക്കോ കിട്ടുമെന്നൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. എത്ര രൂപയായിരിക്കും ആ വ്യക്തിയുടെ കയ്യിൽ കിട്ടുക, ലോട്ടറി അടിച്ചവൻ്റെ കയ്യിൽ കിട്ടുക? എന്താണ് അയാൾ അതുകൊണ്ട് ചെയ്യാൻ പോകുന്നത്? അയാൾ തന്നെ വരണ്ട് ഇരിക്കുകയായിരിക്കും. ലോട്ടറി അടിച്ചല്ലോ, എന്ത് ചെയ്യും എന്നൊക്കെ വിചാരിച്ച്. സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒരു വലിയ തുക മാറ്റി വളരെ കുറച്ച് മാത്രമേ അയാളുടെ കയ്യിലേക്ക് എത്തിച്ചേരുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് 30% ഇൻകം ടാക്സ് കൊടുക്കണം. ഈ ഇൻകം ടാക്സ് എങ്ങോട്ടാണ് പോകുന്നത്? ഇൻകം ടാക്സ് വകുപ്പ് വഴി കേന്ദ്രത്തിലേക്കാണ് ഇത് പോകുന്നത്. പിന്നെ അത് സംസ്ഥാനത്തിന് വരുമാനത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കുമെന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. കാരണം അത് സംസ്ഥാനത്തിന് ഡിവിസിബിൾ പൂളിൽ നിന്ന് ഇൻകം ടാക്സൊക്കെ പൂൾ ചെയ്ത് കേന്ദ്രം അത് ഡിവിസിബിൾ പൂളിൽ നിന്ന് ഫിനാൻസ് കമ്മീഷൻ്റെ ഓർഡർ അനുസരിച്ച്, നിർദ്ദേശം അനുസരിച്ച് ഡിവിസിബിൾ പൂളിൽ നിന്ന് എത്ര കൊടുക്കാമോ അതനുസരിച്ച് കേരളത്തിന് ഒരു ഷെയർ കിട്ടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കേരള ഗവൺമെൻറ് അതുകൊണ്ട് ധനപ്രതിസന്ധിയിൽ നിന്ന് കരകയറും ഈ 30% നികുതിയായിട്ട് കിട്ടിയാൽ എന്ന് വിചാരിച്ച് ആശ്വസിക്കേണ്ട ഒരു കാര്യവുമില്ല. പിന്നെ അപ്പോൾ ഇത് 30% ഇൻകം ടാക്സുകാർ കൊണ്ടുപോകുന്നു, 10% ഏജൻറ്റിനാണ് കിട്ടുന്നത്. ഏജൻറ്റിന് അപ്പോൾ അങ്ങനെ 40%. ഇനി ഏകദേശം ഒരു 4-5% സംസ്ഥാന സർക്കാരിന് കിട്ടും. അതെന്തിനു വേണ്ടി കിട്ടുന്നതാണ്? ഈ ലോട്ടറി സിസ്റ്റമൊക്കെ നടത്തി കെട്ടിക്കൊണ്ടുപോകുന്നതിനുള്ള വിവിധ തരം ചെലവുകളുടെ അക്കൗണ്ടിലേക്കാണ് അത്രയും പോവുക. അപ്പോൾ ഞങ്ങളൊക്കെ പബ്ലിക് എക്സ്പെൻഡിച്ചർ റിവ്യൂ കമ്മിറ്റിയിൽ ഇരുന്ന സമയത്ത് ലോട്ടറി സിസ്റ്റത്തെ പറ്റി പഠിച്ചപ്പോൾ വലിയ വിഷമം തോന്നി. കാരണം അതിന് കിട്ടുന്ന തുക, ലോട്ടറി വിറ്റ് കിട്ടുന്ന ആ തുകയുടെ ഒരു 19% 2010-11 കാലഘട്ടത്തിലൊക്കെ നെറ്റ് റവന്യൂ ആയിട്ട് സംസ്ഥാന ഖജനാവിലേക്ക് വരുന്നത്. ബാക്കി മുഴുവനും അതിൻ്റെ ലോട്ടറി ആ സിസ്റ്റത്തിൻ്റെ ചെലവുകൾ, ലോട്ടറി അടിച്ച് അവർക്ക് കൊടുക്കുന്നത്, അങ്ങനെയുള്ള എല്ലാ ചെലവുകളായിട്ട് പോവുകയായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ അതിനകത്ത് ഒരുപാട് കാര്യക്ഷമതയില്ലായ്മ കണ്ടെത്തുകയും അത് പ്ലക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുകയും ചെയ്തു. അതിൻ്റെയൊക്കെ ഫലമായിട്ട് 2014 ആയപ്പോഴത്തേക്കും ഈ 19% റവന്യൂ 28-30% എത്തിയിരുന്നു. അത് പിന്നെയും വർദ്ധിക്കുകയല്ല ചെയ്തത്, താഴേക്ക് പോവുകയാണ് ചെയ്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ ലോട്ടറി അടിച്ചയാൾ വളരെ സൂക്ഷിക്കേണ്ടത് തന്നെയാണ്. കാരണം ഇപ്പോൾ വെറുതെ നടന്നു പോകുന്നവരെ പോലും അടിച്ചു വീഴ്ത്തി മോഷണവും മറ്റെല്ലാ ഇതും ചെയ്യുന്ന ഒരു നാടായി മാറിയിരിക്കുകയാണ് കേരളം. കാരണം കേരളീയർ, മലയാളികൾ മാത്രമല്ല അതിൻ്റെ പുറകിലുള്ളത്. മറ്റ് സംസ്ഥാനങ്ങളിലെ ക്രിമിനൽസ് ഒരുപാട് പേര്, തൊഴിലന്വേഷകർ എന്ന വ്യാജേന, നല്ല തൊഴിലാളികൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെ വരുന്ന നല്ല തൊഴിലാളികളോടൊപ്പം അവിടുത്തെ ക്രിമിനൽസും ഇവിടേക്ക് നുഴഞ്ഞു കയറുന്നുണ്ട്. അപ്പോൾ എവിടെ വെച്ചും ആരെയും അത്തരം ക്രിമിനൽസ് അറ്റാക്ക് ചെയ്യാം എന്നുള്ളത് കൊണ്ട് ലോട്ടറി അടിച്ചവനും തീർച്ചയായിട്ടും സൂക്ഷിക്കണം. അപ്പോൾ ഈ ലോട്ടറി അടിച്ച പണം കയ്യിലേക്ക് കിട്ടുമ്പോൾ ഈ പറഞ്ഞതുപോലെ 10-45% അതിൻ്റെ അന്ന് ഏകദേശം പകുതിക്കടുത്ത് പണം അയാളുടെ കയ്യിലെത്തില്ല. കയ്യിലെത്തുന്ന പണം തന്നെ എന്താണ് ചെയ്യേണ്ടത്? സാധാരണ രീതിയിൽ എല്ലാവർക്കും ഉണ്ടാകാറുള്ള അതായത് നമുക്കറിയാം, നമ്മുടെ മലയാളികൾ പണ്ടത്തെ ആ ധാർമ്മികതയോ അല്ലെങ്കിൽ അഭിമാന ബോധമോ ഒന്നുമില്ല. ഇപ്പോൾ പണത്തിന് വേണ്ടി എത്ര വേല കാണിക്കാനും അവർ തയ്യാറാണ്. കരഞ്ഞും പിഴിഞ്ഞും എനിക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഓരോരോ പ്രശ്നങ്ങളൊക്കെ, ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് അഭിനയിച്ച് കരഞ്ഞ് ഒക്കെ വരുന്നവർ കാണും. അതിൽ നിന്ന് ഒരു തുക തന്ന് എന്നെ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞ് കൃത്യമായിട്ട് അന്വേഷിച്ചറിയാതെ ഒരു പൈസ പോലും അങ്ങനെ വന്ന് ചോദിക്കുന്നത് കൊണ്ട് കൊടുക്കരുത്. അതേസമയം അത് എൻ്റെ അഭിപ്രായത്തിലാണെങ്കിൽ സ്വന്തം സഹോദരന്മാരോ അച്ഛനോ ആരും ആകട്ടെ കള്ളു കുടിക്കുന്നവരാണ്, വീട് നോക്കുന്നവരല്ല, അങ്ങനെയൊക്കെ വന്നു കയറിയ കടം തീർക്കാനാണ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അന്വേഷിച്ച് ഇതൊക്കെയാണ് സാഹചര്യമെങ്കിൽ അത്തരക്കാർക്കും സഹായം കൊടുക്കരുത്.
പൈസ എന്ത് ചെയ്യണം, പൈസ കിട്ടിക്കഴിഞ്ഞാൽ ആ നികുതി, അതായത് ഇൻകം ടാക്സുകാരുടെ നികുതി എടുത്തതിൻ്റെ രസീത് പോലെയുള്ള എല്ലാ ഡോക്യുമെൻസും കൃത്യമായിട്ട് കയ്യിൽ വാങ്ങണം. ആ ഡോക്യുമെൻറ്റ്സ് കൃത്യമായി കൊണ്ടുപോയി അത് തന്നെ നമ്മൾ സ്വർണ്ണമൊക്കെ ബാങ്കിൻ്റെ ഇതിൽ വയ്ക്കുമെന്ന് പറഞ്ഞതുപോലെ അത് തന്നെ വളരെ ഭദ്രമായിട്ട് എവിടെയെങ്കിലും വെക്കണം. എന്നിട്ട് വേണം ബാക്കി പണം കൊണ്ട്, അതായത് എവിടെ ഈ പൈസ കൊണ്ട് ഇനി ഈ ബാങ്കിലേക്ക് നമ്മൾ അതിൽ 1 കോടി എടുത്ത് ബാങ്കിലിടാൻ ചെല്ലുമ്പോൾ അതിൻ്റെ ഇൻകം ടാക്സ് അവർ ചോദിക്കും. അപ്പോഴാണ് ഇത് ഓൾറെഡി ടാക്സ് കൊടുത്ത പണമാണ് എന്നതിന് തെളിവായിട്ടാണ് ഈ ഇൻകം ടാക്സ് രസീതൊക്കെ കയ്യിൽ നമ്മൾ സൂക്ഷിച്ചിരിക്കണം എന്ന് പറഞ്ഞത്. എന്നിട്ട് ഈ പൈസ തൽക്കാലം ബാങ്കിൽ കൊണ്ടുപോയി സേവിങ്സ് അക്കൗണ്ടിൽ ഒരു സെക്യൂരിറ്റിയുടെ സഹായത്തോടു കൂടി വേണം സേവിങ്സ് അക്കൗണ്ടിലേക്ക് കൊണ്ടുപോയി ഇടാനായിട്ട്. അങ്ങനെ ഇട്ട് കഴിഞ്ഞ് നന്നായിട്ട് ആലോചിക്കുക. അതായത് കുട്ടിയെ മകളെ കെട്ടിക്കയക്കാനുണ്ടോ, മക്കൾക്ക് വിദ്യാഭ്യാസത്തിന് പൈസ കരുതണോ, ഇത്തരം നമുക്കൊരു വീട് പണിതിട്ടുണ്ടോ, വീട് പണിയണോ, അങ്ങനെ എന്തെങ്കിലും വായ്പകൾ വാങ്ങിച്ചത് തിരിച്ചു കൊടുക്കാനുണ്ടോ, കടബാധ്യത തീർക്കാനുണ്ടോ, ഇങ്ങനെ എന്തൊക്കെയാണ് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ, അതായത് നമ്മളെ ചുറ്റിപ്പറ്റിയുള്ള വരവ് ചെലവുകൾ എന്തൊക്കെയാണ് എന്ന് തീരുമാനിച്ച് ഏതിനൊക്കെയാണ് ഈ പണം നിക്ഷേപിക്കേണ്ടത്. മുഴുവൻ പൈസയും കൊണ്ട് വലിയൊരു മണിമാളിക പണിയുക, ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ബുദ്ധിശൂന്യരാണ് അങ്ങനെ ചെയ്യുക. കൊക്കിൽ ഒതുങ്ങാവുന്നതേ കൊത്താവൂ. കാരണം ഈ പണം നമ്മുടെ ജീവിതകാല അവസാനം വരെ നമ്മളെ സംരക്ഷിക്കാൻ ഒരു മകൻ സംരക്ഷകനായി കൂടെയുള്ളതുപോലെ ഈ പണവും നമ്മുടെ കൂടെ ഉണ്ടാകണം എന്ന് വിചാരിച്ച് വേണം ആ പണം നമ്മൾ കൈകാര്യം ചെയ്യാനായിട്ട്. അപ്പോൾ കുട്ടികളെ പഠിപ്പിക്കാനുണ്ടെങ്കിൽ അതിനുവേണ്ടി ഒരു തുക ഇടുക. ഇപ്പോൾ ഒരു 7 വർഷം കഴിഞ്ഞിട്ട് അവൻ കോളേജിലേക്ക് എത്തൂ, അല്ലെങ്കിൽ അവൾ കോളേജിലേക്ക് എത്തൂ എന്നുണ്ടെങ്കിൽ റിക്കറിങ് ഡെപ്പോസിറ്റിലിടുക ഒരു എമൗണ്ട്. അപ്പോഴേക്കും അത് ആ 7 വർഷം കഴിയുമ്പോഴത്തേന് ഇരട്ടിയായിട്ട് നമ്മുടെ കയ്യിലേക്ക് ആ പണം എത്തും. അതുപോലെ തന്നെ മകളെ കെട്ടിക്കാൻ ഇനിയും 10 കൊല്ലോ 15 കൊല്ലോ കഴിഞ്ഞിട്ടേ ഉള്ളൂ, കൊച്ചു കുട്ടിയാണ് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു റിക്കറിങ് ഡെപ്പോസിറ്റ് ആ കുട്ടിയുടെ പേരിലിടുക. അത് 1 ലക്ഷം രൂപ അല്ലെങ്കിൽ 1 കോടി രൂപ ഇട്ടാൽ കെട്ടിക്കാൻ സമയമാകുമ്പോഴത്തേക്കും 2 കോടിയായിട്ട് നമ്മുടെ കയ്യിൽ തിരിച്ചെത്തുന്നു. ഇങ്ങനെ എങ്ങനെയാണ് ഈ പണം പല ആവശ്യങ്ങളിലേക്കായിട്ട് വിന്യസിക്കേണ്ടത്? ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിൻ്റെ സഹായം തേടുന്നത് തീർത്തും ഉചിതമായിരിക്കും. അദ്ദേഹം അത് പറഞ്ഞു തരും. അങ്ങനെ എല്ലാ പൈസയും ബാങ്കിൽ കൊണ്ട് ഇടണം എന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെ അത്യാവശ്യം നമ്മുടെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടിയും കയ്യിലിരുന്ന് കളിച്ച് കളയാതിരിക്കാൻ വേണ്ടിയും അതിൻ്റെ ഒരു നല്ല ഭാഗം നമ്മൾ ബാങ്കിൽ വിവിധ തരം അക്കൗണ്ടുകളിലായിട്ട് ഒന്നിലധികം ബാങ്കുകളിലായിട്ട് നിക്ഷേപിക്കുക. ഒരു കാരണവശാലും ഈ പറയപ്പെട്ട സഹകരണ ബാങ്കുകളിലോ അതുമല്ലെങ്കിൽ മറ്റ് ഫിനാൻസിയേഴ്സിലോ വലിയ പലിശ വാഗ്ദാനം ചെയ്ത് മറ്റു പല ഓഫറുകളുമായി നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകുന്ന തരത്തിലുള്ള ഓഫറുകളുമായി നിങ്ങളുടെ സമീപത്തേക്ക് എത്തിച്ചേരുന്നവർ കാണും ഫിനാൻസിയേഴ്സായിട്ട്. അവരെ ആരെയും വിശ്വസിക്കരുത്. ലോട്ടറി അടിച്ച് കിട്ടിയത് ഈശ്വരാനുഗ്രഹമാണെന്ന് ഓർക്കണം. ആ ഈശ്വരാനുഗ്രഹം തട്ടിത്തൂവി കളയാതെ ബാങ്കിൽ മാത്രം ആ പണം നിക്ഷേപിക്കുക. കാരണം എന്തുകൊണ്ടാണ് ബാങ്കിൽ മാത്രം നിക്ഷേപിക്കുക എന്ന് പറയണത്? അങ്ങനെ പറയുന്ന നമ്മളൊരു നാട്ടുമ്പുറത്തൊരു ചൊല്ലുണ്ടല്ലോ, തേടി ഉണ്ണാൻ പോയി കണ്ണാടി വിറ്റ് തിന്നു എന്നൊരു ചൊല്ലില്ലേ എന്ന് പറഞ്ഞതുപോലെ ആകരുത്. അപ്പോൾ എന്താണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എല്ലാ കമേർഷ്യൽ ബാങ്കുകളിലും കണ്ണുള്ള ബാങ്കാണ് കേന്ദ്ര ബാങ്ക് അഥവാ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ശ്രദ്ധ ഉള്ളിടത്തോളം കാലം കമേർഷ്യൽ ബാങ്കുകളിൽ നമ്മുടെ തുക എപ്പോഴും സുരക്ഷിതമായിരിക്കും. അങ്ങനെ സുരക്ഷിതമായിരിക്കുന്നിടത്തോളം കാലം നമുക്ക് കിട്ടുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഏതെങ്കിലും ഒരു ഫിനാൻസിയർ 30% തരാമെന്ന് പറഞ്ഞു 3 വർഷം കഴിയുമ്പോഴത്തേനും നമ്മുടെ പണം അടിച്ചുകൊണ്ട് അവൻ പോകും. അതേസമയത്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തരുന്നത് 7% പലിശ. അത് നമ്മുടെ കയ്യിൽ കിട്ടും, നമുക്ക് ഉറപ്പാണ്. ആ പലിശ കിട്ടുമെന്നും നമ്മുടെ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന പണം കിട്ടുമെന്നും. അപ്പോൾ ആ ഉറപ്പിന്മേൽ കൃത്യമായി കിട്ടുമെന്ന് ഉറപ്പുള്ള പണത്തിന് വേണ്ടി നാം കാത്തിരിക്കണം. വലിയ വലിയ മോഹങ്ങളുടെ പിന്നാലെ പോയി ഉള്ളതുകൂടി ഇല്ലാതെയാകുന്ന അവസ്ഥ ഉണ്ടാകരുത്. പിന്നെ അതുപോലെ തന്നെ അപ്പോൾ നമുക്ക് വീടില്ലെങ്കിൽ ഒരു വീട്, അതിന് സാമാന്യം നല്ല ഒരു വീട്. അത് കഴിഞ്ഞാലോ നമുക്ക് എന്തെങ്കിലും ഒരു ബിസിനസ്. കേരളത്തിൽ ധാരാളം ബിസിനസ് സാധ്യതകളുണ്ട്. നമുക്കറിയാം, ഈ കുടുംബശ്രീകളോട് ചോദിച്ചാൽ മതി, അവർ തന്നെ പറഞ്ഞു തരും എന്തെല്ലാം തരം ബിസിനസ്സുകളാണ്. ഞാൻ തന്നെ ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയത്തിൻ്റെ ഒരു പ്രോജക്റ്റ് എടുത്ത് കുടുംബശ്രീ മൈക്രോ എൻ്റർപ്രൈസസിനെ പറ്റി ഒരു പഠനം നടത്തിയതാണ് കേരളത്തിലാകെ.
അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം. കുടുംബശ്രീ സ്ത്രീകൾ വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്ന് വരുന്നവരുമാണ്. പക്ഷെ അവരുടെ മക്കളുടെയും കുടുംബത്തിൻ്റെയും പട്ടിണി അകറ്റാൻ, അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ, 4 കാശ് ഉണ്ടാക്കാൻ വേണ്ടി എന്തെങ്കിലും കൊച്ചു കൊച്ചു സംരംഭങ്ങൾ നടത്തി വിജയിച്ചു പോകുന്ന ഒരുപാട് സ്ത്രീ രത്നങ്ങൾ കേരളത്തിലുണ്ട്. അപ്പം അങ്ങനെയുള്ള കുടുംബശ്രീകളെ നോക്കിയാൽ തന്നെ നമുക്ക് എന്തൊക്കെ സംരംഭങ്ങൾ, ഒരു പ്ലാവ് നിങ്ങളുടെ മുറ്റത്ത് നിൽക്കുന്നുണ്ടോ, അതിൻ്റെ ചക്ക കൊണ്ട് തന്നെ എന്തൊക്കെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി നിങ്ങൾക്ക് വിപണനം ചെയ്യാമെന്നറിയാമോ? അപ്പം നമുക്ക് ചുറ്റും ഒരുപാട് സാധ്യതകൾ, അനന്ത സാധ്യതകളുണ്ട്. ഒരു കാര്യം, ഒരു മനസ്സുണ്ടാകണം. ഒരു ചൊല്ലുണ്ടല്ലോ ഇംഗ്ലീഷിൽ, വെൻ ദർ ഈസ് എ വിൽ ദർ ഈസ് എ വേ. മനമുണ്ടെങ്കിൽ മാർഗമുണ്ട്. ഇത്തിരി അധ്വാനിക്കാൻ മനസ്സുണ്ടാകണം. ഇതാ ഇപ്പോൾ നിങ്ങൾക്ക് ലോട്ടറി അടിച്ച ആ പൈസ കയ്യിലുണ്ട്, പൈസയും കയ്യിലുണ്ട്, നിങ്ങൾക്ക് മനസ്സും കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നാളേക്ക് 10 പേർക്ക് തൊഴിലും കൊടുത്ത് നിങ്ങൾക്കൊരു വരുമാനം, കൃത്യമായ ഒരു വരുമാനം ഉണ്ടാക്കാവുന്ന ഒരു ചെറിയ സംരംഭവും കൂടി തുടങ്ങാൻ പറ്റും. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ കയ്യിൽ കിട്ടിയ പൈസ വളരെ നന്നായിട്ട് എങ്ങനെ വിന്യസിക്കണം, അതിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതകാലം മുഴുവനും നിങ്ങൾക്കും നിങ്ങളുടെ കുട്ടികൾക്കും ഒരു ജീവനോപാധി കണ്ടെത്തത്തക്ക രീതിയിൽ ആ പണം എങ്ങനെ വിന്യസിക്കാമെന്ന് മനസ്സിലാക്കി വേണം ചെയ്യാനായിട്ട്. അങ്ങനെ ചെയ്യുന്ന പക്ഷം നിങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ലാതെ, അതുപോലെ അങ്ങനെയൊക്കെ പറയുന്ന കൂട്ടത്തിൽ ആർക്കും ഒരു കരുണയും പാടില്ല എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പാടില്ല. വളരെ ഉചിതമായ ഒരുപാട് പേരുണ്ട്, അതായത് അർഹരായ ഒരുപാട് പേരുണ്ടാകും. അവർക്ക് വേണ്ടി പക്ഷേ കൊടുക്കുമ്പോൾ അവരെ തൃപ്തിപ്പെടുത്തത്തക്ക രീതിയിലല്ല കൊടുക്കേണ്ടത്. നമുക്ക് ജീവിതത്തിൽ ഒരിക്കലേ ലോട്ടറി അടിക്കുകയുള്ളൂ. അങ്ങനെ ഒരിക്കൽ അടിച്ചു കിട്ടിയ ലോട്ടറി നോക്കൂ, എത്രയാ, നിങ്ങൾ ആ വെബ്സൈറ്റിൽ പോയി നോക്കിയാൽ അറിയാം. 1967 ലോട്ടറി സിസ്റ്റം തുടങ്ങിയ കാലം മുതൽ എത്ര കോടി രൂപയുടെയാണ് ലോട്ടറി ടിക്കറ്റ് ഇവിടുത്തെ പാവപ്പെട്ട മനുഷ്യരെടുത്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു 66,000 കോടിയുടെ ഏതോ മറ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത് ലോട്ടറി ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ചെലവഴിച്ചത്. അത്രയും രൂപ, 66,000 കോടി 1967 മുതൽ ഈ 2023 വരെയുള്ള കാലഘട്ടത്തിൽ ഖജനാവിലേക്ക് എത്തി. അതുകൊണ്ട് ഒരുപാട് പേർക്ക് ജോലി കിട്ടി. അതായത് ഈ ലോട്ടറി സിസ്റ്റത്തിൻ്റെ ഒരു വലിയ പ്രയോജനം എന്ന് പറയുന്നത് അംഗവിഹീനരും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് പേർക്ക് തൊഴിൽ നൽകുന്ന ഒരു മേഖലയാണിത്. അതുകൊണ്ടാണ് ഗവൺമെൻറ്റിലേക്കുള്ള നെറ്റ് റവന്യൂ കുറഞ്ഞു പോകുന്നത്. അത്തരക്കാർക്കുള്ള കമ്മീഷനും മറ്റങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒക്കെ നടത്തിക്കിട്ടി. അത് വലിയൊരു കാര്യമാണ്. അത്തരക്കാർക്ക് ജോലി കിട്ടുന്നു, അല്ലെങ്കിൽ വേറൊരു മേഖലയിലും ജോലി കിട്ടാൻ പറ്റാത്ത തരത്തിലുള്ള ആൾക്കാർ, അംഗവിഹീനരായിട്ടുള്ളവരും ഒക്കെയാണ് ഈ മേഖലയിൽ ലോട്ടറി കച്ചവടവും ഒക്കെയായി നടക്കുന്നത്. അപ്പോൾ അങ്ങനെ ജോലി കൊടുക്കുന്ന ഈ ഒരു പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിൽ നിന്ന് നമുക്ക് ഒരു ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് എങ്ങനെയാണ് കുറച്ച് പേരെയൊക്കെ സഹായിച്ചു എന്ന് വരാം. പക്ഷേ ആ സഹായത്തിനൊക്കെ ഒരു പരിധി ഉണ്ടാകണം. പരിധി വിട്ടുള്ള സഹായം എങ്ങും എത്തുകയില്ല. നമ്മുടെ കാര്യം തന്നെ ഓർക്കണം. ഞാൻ പറഞ്ഞത് എത്രയോ ഈ 67 മുതൽ ഇത്ര വരെ എത്രയോ കോടി പേര്, അതായത് കേരളത്തിലുള്ളവർ തന്നെ ആവർത്തിച്ച് എല്ലാ വർഷവും ഓണം ബമ്പർ എടുക്കുന്നവരുണ്ട്. അങ്ങനെ എത്രയായിരം രൂപ ഓരോ പാവപ്പെട്ട കുടുംബങ്ങളും ലോട്ടറി വകുപ്പിന് കൊടുത്തിട്ടുണ്ടെന്നറിയാമോ? പക്ഷേ അവർക്കൊന്നും ലോട്ടറി അടിച്ചിട്ടില്ല. അപ്പോൾ ലോട്ടറി അടിക്കുന്നത് ഒരു വർഷത്തിൽ ഒരുത്തിന് മാത്രമാണെന്ന് ഓർക്കണം. ആയിരക്കണക്കിന് കോടിക്കണക്കിന് പേര് ടിക്കറ്റ് എടുത്താൽ ഒരാൾക്കാണ് ലോട്ടറി അടി. അങ്ങനെ കിട്ടുന്ന പൈസ അത്ര തന്നെ കൃത്യതയോടെ ചെലവഴിക്കാനും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെ ഈ ലോട്ടറി അടിച്ചവൻ ആ പൈസ വളരെ നന്നായിട്ട് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റെ സഹായത്തോടു കൂടി എങ്ങനെ ചെലവഴിക്കണം, വീട്ടിലുള്ള അത്യാവശ്യമായിട്ട് ഏറ്റവും അടുപ്പമുള്ളവരുമായിട്ട് ആ കാര്യങ്ങളൊക്കെ പങ്കുവച്ച് ഇൻകം ടാക്സ് റെസീറ്റ് വളരെ കൃത്യമായിട്ട് സൂക്ഷിച്ച് ആ രസീതും കൊണ്ട് വേണം ഈ പണം എവിടെ ഡെപ്പോസിറ്റ് ചെയ്യാൻ പോയാലും പോകാനായിട്ട്. വീണ്ടും പലിശ കൊടുക്കാതിരിക്കാനാണ് ഞാനിത് പറയുന്നത് കേട്ടോ.